إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة. اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിട്ടു നിൽക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വയോടുകൂടി പ്രവർത്തിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് തൃപ്തികരമായ നിലയിൽ കഴിച്ചു കൂട്ടാനുള്ള മഹാഭാഗ്യവും അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹം മുമ്പൊക്കെ പൊതുവെ നബിദിനം ആഘോഷിക്കുകയും ഓണം ആഘോഷത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരായിരുന്നു. എല്ലാവരും എന്ന അർത്ഥത്തിലല്ല, പൊതുവെ അങ്ങനെയായിരുന്നു. പിന്നീട് നവോത്ഥാന പ്രസ്ഥാനങ്ങളും ലിബറൽ ചിന്താഗതികളുമൊക്കെ കടന്നു വന്നതോടുകൂടി ഈ നിലപാട് മാറുകയുണ്ടായി. അതോടുകൂടി പിന്നെ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഇത് രണ്ടും ആഘോഷിക്കുന്ന ആളുകൾ ഒരേ സമയം തന്നെ. ഇത് രണ്ടും ആഘോഷിക്കാത്തവർ, രണ്ടും ആഘോഷിക്കുന്നവരുണ്ടായി, രണ്ടും ആഘോഷിക്കാത്തവരുണ്ടായി, ഒന്ന് മാത്രം ആഘോഷിക്കുന്നവരുണ്ടായി. അങ്ങനെ 4 നിലപാടുകാരാണ് പൊതുവെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സംഘടനകളുടെ നിലപാട് പരിശോധിക്കാനാണെങ്കിൽ കേരളത്തിലെ സുന്നി സമൂഹം നബിദിനാഘോഷത്തെ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി കാണുന്നവരും ഓണം തീരെ ആഘോഷിക്കാത്തവരുമാണ്. സാമൂഹികമായ സംഘടനയുടെ നിലപാട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇന്നലെയും സുന്നി നേതാവായ ഒരു പണ്ഡിതൻ ശക്തമായി തന്നെ ഓണാഘോഷത്തിനെതിരെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആ സംഘടനയുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ മുജാഹിദ് വിഭാഗങ്ങൾ അവരാകട്ടെ ഇത് രണ്ടും ആഘോഷിക്കുന്നില്ല. നബിദിനവും ആഘോഷിക്കുന്നില്ല, ഓണവും ആഘോഷിക്കുന്നില്ല.
മൂന്നാമതായിട്ട് പിന്നെ ഈ വിഷയത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞാൻ ഈ സംഘടനകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല, സമൂഹത്തിന്റെ നിലപാട് പറയാൻ വേണ്ടിയിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ആരോപണം നബിദിനം അവരൊട്ട് ആഘോഷിക്കുകയില്ല, പക്ഷെ ഓണം ആഘോഷിക്കും എന്നുള്ളതാണ്. ആരോപണങ്ങളും അവകാശവാദങ്ങളുമൊക്കെ ഞാനിതിന് മറുപടി പറയുക എന്നുള്ളതല്ല. ഈ ആരോപണങ്ങളും ഈ അവകാശവാദങ്ങളും ഒക്കെ ഈ വ്യത്യസ്ത മൂന്ന് സംഘടനകൾക്ക് മൂന്ന് നിലപാടുകൾ അവരുടേത് ഉള്ളതോ ഇല്ലാത്തതോ ആയിരിക്കുമ്പോൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മളിത് പരിശോധിക്കേണ്ടതാണ്. അത് ആ ഒരു നിലക്ക് നമ്മളതിനെ പരിചിന്തനം ചെയ്താലും നബിദിനമായാലും ഓണമായാലും ആഘോഷിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാകും. അതാണ് ഇതിന് ഇസ്ലാമിന്റെ നിലപാട്. ഇത് രണ്ടും ആഘോഷിക്കാനുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിനുണ്ട് എന്ന് ആധികാരികമായി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും രണ്ടായിട്ട് തന്നെ പരിശോധിക്കുമ്പോഴേ മനസ്സിലാകും. ആദ്യം നബിദിനം എടുക്കാം. നബിദിനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇത് നബിയോ സഹാബിമാരോ ആഘോഷിച്ചതിന് പ്രമാണസംബന്ധമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. പരിശോധിച്ചാൽ അത് കിട്ടുകയില്ല. അതില്ല എന്ന് വെറുതെ അങ്ങ് പറയുന്നത് മാത്രമല്ല, കേരളക്കരയിലെ പ്രമുഖ പണ്ഡിതനായ തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന പ്രസിദ്ധമായ പുസ്തകം, വളരെയേറെ ഗുണപാഠങ്ങളുള്ളൊരു ഒരു ഗ്രന്ഥമാണ്. അത് അദ്ദേഹം മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. കൃത്യം തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തഴവ ഉസ്താദ് അത് പറഞ്ഞു. എന്ന് വെച്ചാൽ തഴവ ഉസ്താദ് ഇത് ആചരിക്കുന്ന ആളാണോ അല്ലയോ എന്ന് ചർച്ചയല്ല. താഴത്തേക്ക് പിന്നെ അദ്ദേഹം അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഹിജ്റ 300 മുമ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഹിജ്റ 300 മുമ്പ് ഇല്ലാത്തതാണെങ്കിൽ ഇസ്ലാമിൽ ഇത് പ്രമാണമല്ല. എന്തുകൊണ്ട് പ്രമാണമല്ല? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് 2 കാര്യം തന്നിട്ട് പോകുന്നു, അത് കിതാബ് അല്ലാഹി വസുന്നതി, എന്റെ ഗ്രന്ഥവും അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയാണ്. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നത്. ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനും ഹദീസും മാത്രമാണ് പ്രമാണം. അപ്പൊ ഖുർആനിലും ഹദീസിലും തെളിവുകളില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു സംഗതി പുതുതായി ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് കൊണ്ടുവന്നാൽ അത് വ്യക്തമായല്ലോ. ഹിജ്റ 300 എന്ന് പറയുമ്പോഴത്തേക്കും സഹാബികളാരെ പോലും ജീവിച്ചിരിക്കുന്ന കാലമല്ല, അതിനുശേഷമാണ് ഈ സംഗതി തുടങ്ങുന്നുള്ളത്. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്തൊരു സാധനം, ഇമാം മുസ്ലിമിന്റെ ഒരു നിവേദനം ഉണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. മൻ അമില അമലൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വെക്കുക, അതായത് ഇസ്ലാമികമായിട്ട് ആരാധന എന്നുള്ള നിലക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടല്ല. ഇത് പറയുമ്പോഴത്തെ ആൾക്കാർ ചോദിക്കും, റസൂൽ വണ്ടി കയറിയിട്ടുണ്ടോ? നബിദിനത്തെ കുറിച്ച് പറയുമ്പോഴത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വിധത്തില്ലേ? അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഇസ്ലാമികമായി ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക്, ഒരു ആരാധന എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ സംഗതി കൊണ്ടുവന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് ഇപ്പൊ ഈ സംഗതി മൗലിദ് ഓതുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് പുണ്യം കിട്ടണമെന്ന് കരുതി ചെയ്യുന്നൊരു സാധനമാണല്ലോ. അന്ന് ഭക്ഷണം വെച്ച് വിളമ്പുന്നത് പുണ്യം കിട്ടണമെന്ന് കരുതിയിട്ടാണല്ലോ. ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കരിക്കുന്ന പോലെ പുണ്യം കിട്ടാൻ വേണ്ടി മൗലിദ് കഴിക്കുന്നു. ബലിപ്പെരുന്നാളിന്റെ സമയത്ത് ആടിനെയും പോത്തിനെയും അറുത്തു കൊടുത്ത് അള്ളാഹുവിന്റെ പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന പോലെ കന്തിരി വെച്ചു കൊടുത്തിട്ട് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പുതിയ കൂട്ടിച്ചേർക്കലാണ്. ഈ പുതിയ കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ നിർദ്ദേശമില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ തെളിവില്ലാത്തൊരു സംഗതി ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫഹുവ റദ്ദൻ, അത് നിഷ്കരണം തള്ളപ്പെടേണ്ട സംഗതിയാണ്. അപ്പൊ തെളിവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കണം തെളിവ്. ഖുർആനിലുണ്ട് എന്നുള്ളതാണ് തെളിവ്, ഹദീസിലുണ്ട് എന്നുള്ളത്. അല്ല തെളിവ് ചോദിക്കുമ്പോഴത്തേക്കും അത് ഇന്ന കിതാബിലുണ്ട്, ഇന്ന മദ്ഹബിന്റെ ഇമാമ് ചെയ്തതാണ്, അവരിങ്ങനെ പറഞ്ഞതാണ് എന്ന് വെറുതെ ഒരു തെളിവുമില്ലാതെ പറയുകയോ എഴുതുകയോ ചെയ്ത് ഒരിക്കലും തെളിവാകുന്നില്ല. ടെക്സ്റ്റിൽ നിന്നും ഉദ്ധരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് മനസ്സിലാക്കലാണ്. ഇപ്പോ ബോംബെ തെരുവിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന മുടി തിരികേശമാണ് എന്ന് സമൂഹത്തോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ അത് 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു. ഇപ്പോൾ അത് 1/2 സെന്റിമീറ്റർ വളർന്നു വന്ന് അതിനേക്കാൾ വലിയ കല്ല് വെച്ച നുണ പരസ്യമായി പറഞ്ഞ ഗ്രാൻഡ് മുഫ്തിമാർ വാഴുന്ന കേരളത്തിൽ, ഞാനത് വെറുതെ പറയുന്നില്ല, 2 ആഴ്ച മുന്നേ പറഞ്ഞ സംഗതിയാണ്. ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് ഇപ്പൊ പറയണത്.
ഇതൊക്കെ ഏത് പൊട്ടനും ഏത് ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കാവുന്ന ഈ കാലത്ത് പോലും ഇങ്ങനത്തെ കള്ളം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബിദിനത്തിന് തെളിവുണ്ടാക്കുന്നത് പറയാൻ സംഗതി ഒന്നല്ല. അപ്പൊ ഇത് ഇല്ലാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അത് നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്, പരിശോധനത്തിൽ കിട്ടാം. രണ്ടാമത്തെ സംഗതി ഓണാഘോഷമാണ്. ഓണാഘോഷത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓണം കേരളീയരുടെ ആഘോഷമാണ് എന്നൊരു ലിബറൽ കാഴ്ചപ്പാട്. ഈ ലിബറൽ കാഴ്ചപ്പാടിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത് അത് അംഗീകരിക്കാൻ മനസ്സില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെ ഒരു ലിബറൽ കാഴ്ചപ്പാട് അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ളതല്ല, അതൊരു മുസ്ലിമിനും ആ മനസ്സിലുണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ദേശീയ ആഘോഷമാണ് എന്ന് കരുതിയിട്ട് ആഘോഷിക്കൽ ഒരു മുസ്ലിമിന് പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഓണത്തിന്റെ ഹൈന്ദവ ബന്ധം പകൽ പോലെ വ്യക്തമാണ്. ഓണത്തിന്റെ മാവേലിയും തൃക്കാക്കരയപ്പനും പാർത്ഥസാരഥിയും ഒക്കെ അള്ളാന്റെ ഔലിയാക്കളാണ് നമ്മളാരും പറയുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ ആ ആളുകൾ ആരാണ്? അത് ഹിന്ദു മതത്തിന്റെ അവരുടെ പുണ്യ വ്യക്തികളോ അവരുടെ ആരാധ്യ പുരുഷന്മാരുമാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ ഓണം എന്താണ്? ഓണം അടിസ്ഥാനപരമായി ഒരു മതത്തിന്റെ ആഘോഷമാണ്. പിന്നെ എങ്ങനെ ഓണം കേരളത്തിന്റെ ദേശീയ ആഘോഷമായി? കേരളത്തിന്റെ ദേശീയ ആഘോഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടി ഒരു ദേശത്തിന്റെ പരിപാടിയായി പ്രഖ്യാപിക്കുന്നതിന് ആ ദേശത്തിന്റെ മതകീയവും ജാതീയവും സാമൂഹികമായ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടാറുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഇപ്പോ കേരളം 1961 അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ഭരണകാലത്താണ് ഓണം ദേശീയാഘോഷമായി പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആ സമയത്ത് കേരളത്തിലെ ജനസംഖ്യ 61% ഹിന്ദുക്കളാണ്. 61% ഹിന്ദുക്കളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദുവായ ഒരു മുഖ്യമന്ത്രി കേരള ദേശത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് പരശുരാമൻ മഴുവെറിഞ്ഞ കഥ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മാവേലി തമ്പുരാൻ കേരളത്തിന്റെ ഒരു പഴയ രാജാവായി മനസ്സിലാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മൊത്തത്തിൽ കേരളവുമായി ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഹൈന്ദവ സാന്നിധ്യമുണ്ട്. കേരളത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഗതി ചർച്ച അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ചത്. ഇത് മാത്രമേ വിഷയത്തിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മതത്തിന്റെ ആഘോഷം ആകാതിരിക്കുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും വേറെ സംഗതിയുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നാലെ കൂടുന്ന കൂടുതലുകളൊക്കെ പ്രശ്നമാണ്. ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ആളുകൾ ഇതര സമുദായത്തിൽപ്പെട്ടവരോട് ഉള്ള സൗഹൃദം പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരോട് ആ ഒരു സന്ദർഭത്തിൽ, അത് ഓണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ക്രിസ്മസ് ആണെങ്കിലും പെരുമേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ, ഇത്തരം ചില സംഗതികളിൽ നമ്മൾ അവരോട് സഹകരിക്കും. ആ സഹകരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് സഹകരിക്കുക എന്നുള്ളതാണ്. അതായത് ആഘോഷിക്കാനല്ല, മതാഘോഷങ്ങളിൽ ആഘോഷിക്കലല്ല, സഹകരിക്കൽ മാത്രമാണ്. എന്തുകൊണ്ട് മതാഘോഷങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നബിദിനത്തിന് ബാധകമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സഹിഹായ ഹദീസാണ്. ഈ ഹദീസിൽ കാണാം, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. മക്കയിൽ നിന്നിട്ട് ഹിജ്റ ചെയ്ത് അള്ളാന്റെ റസൂൽ മദീനയിൽ വന്നു. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ വലഹും യൗമാനി യൽഅബൂന ഫീഹിമ, അന്ന് അവർക്ക് കളി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന മദീനയിലെ ആ ഒരു സാമൂഹിക പരിസരത്തുള്ള രണ്ട് ആഘോഷങ്ങൾ അവിടെയുണ്ട്, 2 ഉത്സവങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ആ 2 ഉത്സവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ 2 ഉത്സവങ്ങൾ അതിന്റെ സമയത്ത് റസൂൽ വന്നതിന് ശേഷം ആരംഭിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാണ്, മാ ഹാദാനിൽ യൗമാനി, ഇതെന്താ ഇന്നിപ്പോ 2 സ്പെഷ്യൽ ആഘോഷങ്ങൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കാണുകയാണല്ലോ, നിങ്ങൾ എന്ത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് അവരോട് ചോദിക്കുകയാണ്. ഇത് ചോദിച്ചപ്പോഴത്തേക്കും സഹാബികൾ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ, റസൂലെ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ 2 ദിവസങ്ങളിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു. ഇതാണ് കുന്നാ നൽഅബു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് ഞങ്ങൾ ഈ 2 ആഘോഷിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക, എന്നാ പിന്നെ ജാഹിലിയ കാലത്ത് നിങ്ങൾ ആഘോഷമാണെങ്കിൽ ഏതായാലും നിങ്ങളുടെ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ആഘോഷമല്ലേ നിങ്ങൾ നടത്തിക്കുമെന്നാണ് നബി പറഞ്ഞത്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളരെ കൃത്യമായി തന്നെ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഈ 2 ആഘോഷത്തേക്കാൾ ഉത്തമമായ മറ്റ് 2 ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 2 ആഘോഷത്തെക്കാൾ ഉത്തമമായ മറ്റ് 2 ആഘോഷങ്ങൾ അള്ളാഹു നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്താണ്? അത് യൗമുൽ അദ്ഹ, യൗമുൽ ഫിത്ർ, അത് ബലിപെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്. അത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റാണ്. ഈ 2 ദിവസങ്ങൾ നിങ്ങൾ ആഘോഷിച്ചാൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് കാര്യം പറയും. ഇനി ഈ ഹദീസ് വെച്ചിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഈ 2 അല്ലാതെ പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന്. പുതിയ നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, മതാഘോഷം എന്നുള്ള നിലക്കാണ്. ഇപ്പൊ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് റിപ്പബ്ലിക് എന്ന് വെച്ച് ആഘോഷിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ആരും ആഘോഷിക്കുന്ന ഒരു ഇബാദത്ത് എന്നുള്ള നിലക്കല്ല. അത് ഒരു രാജ്യത്തിന്റെ വൈദേശിക ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിന്റെ ഒരു വാർഷികം കൊണ്ടാടുന്നത് മാത്രമേ ഉള്ളൂ. അതിനാരും അവിടെ ചെന്നിട്ട് എന്താ പറയുക, രാഷ്ട്രപിതാവിന് അദ്ദേഹത്തെ സുജൂദ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ആഘോഷങ്ങളെ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന നേരായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ഇതിന്റെ നെല്ലും പതിനും വേർതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങളും ബാക്കി സൽക്കർമ്മങ്ങളൊക്കെ അത് പാഴായിപ്പോ. അതോടെ അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോഴത്തേക്കും വളരെ അനിവാര്യമായ ഘട്ടങ്ങൾ ശ്രദ്ധിക്കണം. വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ പ്രത്യേക വേഷവിധാനങ്ങൾ സ്വീകരിക്കാതെ മുസ്ലിം സ്വത്വം പ്രകടമാക്കിക്കൊണ്ട് പരിധികൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഓണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണത്തിന്റെ പരിപാടി നടക്കുന്നു വിചാരിക്കുക, ഓഫീസിൽ നടക്കുന്നുണ്ട്, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലടക്കം നടക്കുന്നുണ്ട്. ഇന്നലെ വന്ന് സോഷ്യൽ മീഡിയ കണ്ടൊരു സംഗതിയുണ്ട്, പോലീസുകാർ മൊത്തം ആഘോഷത്തില്ല, അവസാനം ട്രാഫിക് നിയന്ത്രിക്കാൻ സാധാരണക്കാരൻ റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട്, ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. ഇതൊക്കെ ചർച്ച മുമ്പോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഞാൻ വലിയ തീവ്രവാദിയോ, അത് വേറെ കാര്യം. അപ്പോ ഇതിൻ്റെതായ ചില പരിധികളുണ്ട്. ആ പരിധികൾ പാലിച്ചുകൊണ്ട് മതത്തിന്റെ പരിധികളും രാഷ്ട്രത്തിന്റെ പരിധികളും താൻ സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഓഫീസിന്റെ പരിധിയും ഒക്കെ പാലിച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാം. അപ്പോ ഇപ്പൊ ഈ ഒരു സമയത്ത് ഓണാകുമ്പോഴത്തേക്ക് ഒരു മുണ്ടെടുക്കുക, കറുത്ത ഷർട്ട് ഇടുക, ഇത് പാടുണ്ടോന്ന് ചോദിച്ചാൽ ഇത് പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെതായി നിശ്ചയിക്കപ്പെട്ട വേഷവിധാനം സ്വീകരിക്കും. റസൂൽ പറയാൻ, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഏതെങ്കിലും സമൂഹത്തോട് സദൃശ്യരായാൽ ഫഹുവ മിൻഹും, അവൻ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അപ്പൊ നിങ്ങൾ സെറ്റ് സാരി ഉടുക്കുമ്പോഴും നിങ്ങൾ വെള്ളമുണ്ടെടുത്ത് ഓണപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അപ്പൊ ഇത് നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മളുടേതായ സത്വം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് പോയി കുടിക്കോളിയും ഭക്ഷണം വെച്ച് കഴിച്ചോളിയും, പ്രശ്നമില്ല. അതുകൊണ്ട് വെച്ചാല് പൊതുബോധം ഇസ്ലാമിന് അനുഗുണമാക്കുക എന്നൊരു സംഗതി ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. പൊതുബോധം ഇസ്ലാമിന് അനുഗുണമാക്കാൻ വേണ്ടി, അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിന് അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഗതികളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഘോഷിക്കാനല്ലാതെ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം പങ്കെടുക്കാം. ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട്. ഞാൻ ഈ പറഞ്ഞത് ഒരു പക്ഷേ മതേതര മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ, മതേതര മനസ്സിന് ഈ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ എങ്കിലും ആ മതേതര മനസ്സുള്ള മുസ്ലിമിനോട് പോലും, മതേതര മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴും 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുക മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞ് നീണ്ട സമയം പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താവും? ഈ പറഞ്ഞ വലിയ ആഘോഷം നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഏത് മൂട് അത്തം മൂട് പാടി ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും മരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ല അള്ളാഹുവിനുള്ള ഒരു ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴോ പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അവരുടെ ചോദ്യമാണല്ലോ. അപ്പൊ അള്ളാഹുലേക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ, മരിച്ചേ പറ്റുള്ളൂ, ജനിച്ച ഒരാൾ മരിച്ചേ പറ്റുള്ളൂ. എങ്ങനെ പടച്ച തമ്പുരാനെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ കൊല്ലപ്പെടാൻ പോകണം, ഇപ്പൊ നിങ്ങളെ മരിപ്പിക്കാൻ പോവാണ് എന്നൊരാൾ നമ്മൾ പറഞ്ഞു, വെടിവെക്കുമ്പോൾ മുമ്പിൽ നിന്ന് തിരുപ്പൊക്കെ തട്ടാൻ പോവാ. നിനക്ക് എന്താ അവസാനത്തിൽ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഒരു മുസ്ലിം ആണെങ്കിൽ എനിക്ക് കുറച്ച് പാപങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ റബ്ബിനോടൊന്ന് മാപ്പിരക്കട്ടെ, അല്ലെ, ഞാനത് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഇതല്ലേ നമ്മൾ പറയുക? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത് അവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കഥയുണ്ട്, ഒരു കാഴ്ച ഉണ്ടാവും. ഞാനതിന് വിധി പറയല്ല, അതിന് വിധി പറയുകയേ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇസ്ലാമിയ കോളേജിൽ പഠിച്ചൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ മരണം തേടി വന്നു എന്നുള്ളത് നമുക്ക് സങ്കടകരമായ ഒരു സംഗതിയാണ്. ആ സ്ഥാനത്ത് നമ്മളെ പ്രതിഷ്ഠിക്കുക. അങ്ങനത്തെ ഒരു മരണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനത്തെ ഒരു മരണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, മരണം ഏത് സമയത്തും സംഭവിക്കാവുന്നൊരു സംഗതിയാണ്. എപ്പോഴും ഒരു വിശ്വാസി മരണത്തെ കരുതി ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോ അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ സിനിമ കാണാൻ വേണ്ടി പോകാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം പരിഗണിച്ച് നമ്മൾ പറയും കുഴപ്പമില്ല എന്ന് പറയും. സോ ആ ഒരു സമയത്താണ് നിങ്ങൾ മരിക്കുന്നതെങ്കിലോ നിങ്ങൾ കിട്ടുന്ന പേരെന്താണ്? തിയേറ്ററിൽ കിടന്ന് മരിച്ചു. അവിടെ എന്ത് പടം ഓടി എന്നുള്ളതല്ല, തിയേറ്ററിൽ കിടന്ന് മരിച്ചു, അല്ലേ?
അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ചുവടുവയ്പും നിർണായകമാണെന്നർത്ഥം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരം സംഗതികളെ കുറിച്ചിട്ട് പറഞ്ഞു വരുമ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് അവിടെ ഉണ്ട്. ഒന്ന്, ഇത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അവിടെ പങ്കെടുക്കേണ്ടുന്നതിന് ഈ പറഞ്ഞ സാമൂഹിക പ്രബോധന സംഗതി പരിഗണിച്ചിവിടെ ചെയ്യാം. മറ്റൊന്ന്, പ്രബോധനത്തിലുള്ള ഈ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ സമയത്ത് അവിടെ വലിയ മേളകൾ നടക്കുന്നുണ്ട്, കച്ചവട മേളകൾ. ഈ കച്ചവട മേളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കച്ചവട മേളകൾ മാത്രമല്ല, ആ കച്ചവട മേളകളോട് അനുബന്ധിച്ച് അവിടെയുള്ള ബാക്കി മതമതകീയ ചടങ്ങുകളും സംവാദ സദസ്സുകളും പിന്നെ കവിയരങ്ങളൊക്കെ നടക്കാറുള്ളതാണ്. അറേബ്യയിൽ പ്രസിദ്ധമായ മജന്ന, ദുൽ മജാസ് പോലുള്ള പ്രാദേശിക മേള. ഈ പ്രാദേശിക മേളകളിൽ ഒരു പ്രബോധകൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലാറുണ്ടായിരുന്നു. അത് ആഘോഷിക്കാനല്ല, അവിടെ വരുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും തന്റെ കൊച്ചാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടുവിളിച്ചിട്ടാ പോകുക. അബ്ബാസ്, എന്റെ കൂടെ ഒന്ന് വാ, ഇവിടെ ഉക്കാദിൽ കുറച്ച് ആൾക്കാർ കൂടുന്നുണ്ട്, ഞാൻ അവരെ ഒന്ന് കാണട്ടെ, അവരോട് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നബി ഇവരുടെ ഈ അബ്ബാസ് റളിയല്ലാഹുവിനെ കൂടെ കൂട്ടിയിട്ട് ഇവരുടെ ടെന്റുകൾ തോറി കടന്ന് ചുറ്റും വന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ പൊതുബോധം ഇസ്ലാമിന് എതിരായി നിൽക്കുന്ന ഇസ്ലാമോഫോബിയ പരക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരം ആഘോഷം നടക്കും, നിങ്ങൾ അന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പകരം എന്ത് വേണ്ടി വരും? നമുക്ക് അല്ലാഹ് എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി വെച്ച് ആലോചിക്കുക. ഞാൻ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്, ഇസ്ലാമിക സ്വന്തം പ്രകടമാക്കി ഞാൻ ആ സംഗതിയിൽ സഹകരിക്കേണ്ടതുണ്ട്. ആഘോഷിക്കാനല്ല, തുള്ളാനല്ല, പാട്ട് പാടാനല്ല, അത്തപ്പൂരൂപിൽ പോസ്റ്റ് എടുക്കാനല്ല. അപ്പൊ നമ്മളുടേതായ ഈ ഒരു നിലപാട് ഇസ്ലാമിന്റെ റസൂലിന്റെ നിലപാട് നമുക്ക് മനസ്സിലാക്കുന്ന സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി വെച്ച് കഴിഞ്ഞാൽ കച്ചവട ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. പലരും ചോദിക്കാറുണ്ട്, ഇപ്പോ അയ്യപ്പോ സീസണുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല ബിസിനസ് ചെയ്യാറുണ്ട്, ഇത് അനുവദിക്കപ്പെട്ട സംഗതിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനില്ല. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, പിന്നെ ഫത്ഹുൽ ബാരിയിൽ, സഹീഹ് ബുഖാരിയുടെ വിശദീകരണ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, കാനതു ഉഖാദു മജന്ന വദുൽ മജാസ് അസ്വാഖൽ ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലത്ത് ആളുകൾ ബിസിനസ് ചെയ്തിരുന്ന 3 സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉഖാദ്, മജന്ന, ദുൽ മജാസ് പോലുള്ള ഈ സ്ഥലങ്ങൾ. ഇസ്ലാം വന്നതിന് ശേഷത്തേക്കും തഅസ്സമു മിന തിജാറത്തി ഫിഹാ, ഈ സ്ഥലങ്ങളിൽ കച്ചവടത്തിന് പോലും പോകാൻ പാടില്ല എന്ന നിലപാടിൽ ഞങ്ങൾ എത്തി. ഇസ്ലാം വന്നതിന് ശേഷവും ഈ സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യൽ പാപമാണ് എന്നൊരു നിലപാട് സഹാബികൾ സ്വീകരിച്ചു. അപ്പോഴത്തേക്ക് അള്ളാഹ് ഇറക്കിയ ആയത്തെന്ന് അറിയാവോ? ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിന്റെ സമ്മാനമായ കച്ചവട പ്രവൃത്തി നിങ്ങൾ ചെയ്യുക എന്നുള്ളത് കുറ്റമല്ല. ആ സമയത്ത് അനുവദനീയമായ ബിസിനസ് നമുക്ക് നടത്താം, വരുന്ന ആൾക്കാർക്ക് അനുഭവിക്കാം, വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചിട്ടല്ല കേട്ടോ, അത് പാടില്ലാത്ത സംഗതിയാണ്. അതല്ലാത്ത സാധനങ്ങൾ വിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഭക്ഷണം തേടാം, ഇത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ അന്യമതസ്ഥരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് 2 നിലപാടാണ്. ഒന്ന്, നമ്മളതിൽ പങ്കെടുക്കുന്നത് ഒരു പ്രബോധകൻ എന്നുള്ള നിലക്കായിരിക്കണം. പ്രബോധന മനസ്സും അവിടെ ചെന്ന് നേരെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വിളിക്കാൻ നടത്തില്ലല്ലോ. കാരണം ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിനെ കുറിച്ച് അന്ന് കൃത്യമായി പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ്? ഇസ്ലാമി ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. ഹിക്മത്തോടു കൂടിയാണ് നിങ്ങൾ ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു മുസ്ലിമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ചെന്നപാടെ ആൾക്കാർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളെന്നൊരു പ്രബോധകൻ അവിടെ ഉണ്ട്, ഒരു മുസ്ലിം അവിടെ ഉണ്ട്. കളിക്കളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇപ്പൊ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ചില സജീവ മുസ്ലിങ്ങളുണ്ട്. അവർ ചില ആളുകളുടെ ആളെ കണ്ടിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. ക്രിക്കറ്റർമാരുടെ കൂട്ടത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ ആ ഒരു ടീമിൽ കളിക്കുമ്പോൾ മറ്റൊരു ടീമിൽ ഉണ്ടായിരുന്ന ഒരാള്, അയാൾ എന്നോട് ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും കാലം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ആ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ സ്വഭാവ സവിശേഷത, അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠ, ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന ആദർശം കൊള്ളാലോ, അങ്ങനെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. ധാരാളം കളിക്കളത്തിൽ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ നമ്മളായ ഒരു മുസ്ലിമിനെ കണ്ടുകൊണ്ട്, നമ്മുടെ ആദർശം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളുടെ നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നതാണ് ഇസ്ലാം എന്നൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഹിക്മത്തോടുള്ള ഇസ്ലാമിക പ്രവർത്തനമാണ്. ആ ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പരിധികൾ പാലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം സംഗതികളിൽ പങ്കെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റേ ഇത് വേണ്ട എന്ന അർത്ഥവാക്കലുമല്ല, ഇതിലേക്ക് മൊത്തം ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ഇസ്ലാമിന്റെ നിലപാടിനെ മധ്യ നിലപാടാണ്. ഉമ്മത്തം വസത്ത. അത് നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ ഉമ്മത്തം വസത്ത, നിങ്ങളുടെ മധ്യമ സമൂഹമാണ്. എന്ന് പറഞ്ഞാൽ ആടാനല്ല നിങ്ങൾ ഉണ്ടാവുക, സമ്പൂർണ്ണമായി തള്ളിക്കളയാനോ അല്ല. ആ അവസരം ഉപയോഗപ്പെടുത്താൻ ഇസ്ലാം എന്താണെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഉമ്മത്തം വസത്തയാണ്. സഹോദരങ്ങളെ, ഞാനിതൊക്കെ പറയുന്നത് വളരെ കരുതിയിട്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും തഖ്വ എന്നും എല്ലാ കാര്യത്തിലും കൈമുതലാക്കി കൊണ്ട് നടക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെതായ ഈ ഒരു പരിധികൾ പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മളെ ഇതിലേക്കൊക്കെ വലിച്ചിടാൻ നിൽക്കുന്ന ചില തീവ്ര മതേതരവാദികളുണ്ട്. അവർക്കാണ് നിങ്ങൾ ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധമുള്ളത്. അവർക്കാണ് നിങ്ങൾ ക്രിസ്മസ് പാപ്പയായി വേഷം ഇടണമെന്ന് നിർബന്ധമുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഓണത്തിന് തുള്ളാൻ നമ്മൾ വേണം, ക്രിസ്മസിന് തുള്ളാൻ നമ്മളെ വേണം. നമുക്കില്ലേ രണ്ട് പെരുന്നാളുകൾ. ഞാനിത് പറയുന്ന ഒരിക്കലും നിങ്ങൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കില്ല. എൻ്റെ വാക്കിനെ കേൾക്കേണ്ട പോലെ കേൾക്കാവുള്ളൂ. നമുക്ക് രണ്ട് പെരുന്നാളുകളുണ്ട്. ഈ രണ്ട് പെരുന്നാളുകൾ വരുമ്പോൾ വാട്സാപ്പിൽ വരുന്ന ആശംസാ സന്ദേശത്തിനപ്പുറം നമ്മളുടെ കൂടെ ആരെങ്കിലും കൂടാറുണ്ട്? ഒരു ആലോചനയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് വർഗീയത ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഒരു ആലോചനയ്ക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ ആഘോഷത്തിൽ പങ്കുകൊള്ളണം. ഇതിലേക്ക് വരാൻ ആരും ഉണ്ടാവില്ല. ഖുർആനിലൊരായത്തുണ്ട്, വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറു. ദൈവനിഷേധികൾ ആഗ്രഹിക്കുന്നത് ലൗ തക്ഫുറൂന കമാ കഫറു, അവർ കുഫറിന്റെ പടുകുഴി വീണിട്ടുണ്ട്, നിങ്ങളും അതുപോലെ ദൈവനിഷേധികളാകണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറു, അവർ ദൈവനിഷേധികളായതുപോലെ നിങ്ങളും ദൈവനിഷേധികളാകണം. അവർ തുള്ളുന്നത് പോലെ നിങ്ങൾ തുള്ളണം, അവർ വേഷമിടുന്നത് പോലെ നിങ്ങൾ വേഷമിടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താവും? ഫതകൂനൂന സവാഅ. ഈ മതേതര ലേബലിൽ നമ്മളൊക്കെ തുല്യരാകുമല്ലോ. ഫതകൂനൂന സവാഅ. അപ്പൊ നിങ്ങളൊക്കെ തുല്യരാകും. പറഞ്ഞില്ലേ? വളരെ വ്യക്തമാണ് ഖുർആന്റെ ആയത്ത്. വളരെ വ്യക്തമാണ് ഖുർആന്റെ ആയത്ത്. അള്ളാഹു ഒരു വാക്കും കൂടെ പറയുന്നു, ഫലാ തത്തഖിദൂന മിൻഹും ഔലിയ. അതുകൊണ്ട് അങ്ങനത്തെ കൂട്ടുകാരൊന്നും വേണ്ട. നിങ്ങളെ മതേതര ലേബൽ ഒട്ടിച്ചാൽ മാത്രമേ അംഗീകരിക്കൂ എന്ന് വാശി പിടിക്കുന്ന തീവ്ര മതേതരവാദികളെ നിങ്ങൾ കൂട്ടുകൂടാൻ നിൽക്കണ്ട. അവരുമായിട്ട് അകലം പാലിച്ചേക്ക്. നമ്മളുടെ സ്വത്വത്തിൽ നിൽക്ക്. എന്തിനാണ് ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് എല്ലാ മതക്കാർക്കും പാർക്കാൻ പറ്റിയ മത അടയാളങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റും? നമ്മുടെ ഭരണഘടന അനുവദിച്ചതല്ലേ? ഇവിടെ ഹിന്ദുവായി ജീവിക്കട്ടെ, മുസ്ലിമായി ജീവിക്കട്ടെ, ക്രിസ്ത്യാനിയായി ജീവിക്കട്ടെ. ഓരോരുത്തരും തൻ്റെ അയൽക്കാരനടക്കം അവരുടെ ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്കും അവരവരായി പങ്കെടുക്കട്ടെ. ഇതാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയാണോ? നമ്മൾ മറ്റൊരാളാകണം എന്നതിൻ്റെ വാശി പിടിക്കുന്നു. അതുകൊണ്ട് ഇതര മതാനുയായികളായ സുഹൃത്തുക്കളെ സംശയദൃഷ്ടിയോടെ കാണാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കുക, ഓരോരുത്തരും അവരവരായി ജീവിക്കുക. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പോലീസ് കേസെടുത്തൊരു സംഭവമുണ്ട്. മുസ്ലിമായ ഒരു ടീച്ചർ തൻ്റെ സ്കൂളിലെ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരുടെ മതത്തിൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഓണം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ് അല്ലേ, മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ ആ ടീച്ചർക്കെതിരെ കേസെടുത്തു. ടീച്ചർ ജോലി എന്ന് പറഞ്ഞു വിട്ടു. ഇതെന്താ പഠിപ്പിക്കുന്നത്? കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം മാറുകയാണ്. നമ്മൾ പണ്ട് കണ്ട കേരളം ഒന്നുമല്ല, കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം മാറുകയാണ്. എത്ര കഷ്ടമാണിത്. എന്നിട്ട് അതിനെതിരെ പ്രകടനം നടത്താൻ പുരോഗമന യുവത്വം. ഈ ടീച്ചർ ആ സ്കൂളിലേക്ക് കേരളത്തിന്റെ പുരോഗമന യുവത്വം, ഞാൻ പേര് പറയുമ്പോഴാണ് പ്രശ്നമല്ല, പേര് നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കൂ, അതേസമയം തന്നെ വായിൽ കാഷ്ടവുമായി ജീവിക്കുന്ന ഒരു ഈഴവ നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു വേദിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈ കോർത്തു പിടിച്ചിട്ടാണ് കടന്നു പോകുന്നത്. 2 ആഴ്ച മുമ്പ് അയാൾ നടത്തിയ വിദ്വേഷ പ്രസ്താവന നമ്മൾ മറന്നിട്ടില്ല. എവിടേക്കാണ്, ആരുടെ കൂടെയാണ് ഈ നാട് നിൽക്കുന്നത്? ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത്? സഹോദരങ്ങളെ, എന്നിട്ട് ഇയാളത് നാരായണ ഗുരുവിന്റെ പ്രതിപുരുഷനായി വാഴ്ത്തി എന്നുള്ളതാണ്. പിന്നെ എന്താണ് നാരായണ ഗുരുവിന്റെ സന്ദേശം എന്നുള്ളത് ഇങ്ങനെ കുറഞ്ഞ വർഷം പഠിക്കണ്ടേ? തൻ്റെ കൂട്ടത്തിലേക്ക് ഹിന്ദുവാകാൻ ആഗ്രഹിച്ചു വന്നൊരു മുസ്ലിമിനെ നോക്കിയിട്ട് നാരായണ ഗുരു കുറിച്ച് എഴുതപ്പെട്ട പുസ്തകത്തിലുള്ള കഥ ഞാൻ പറഞ്ഞു. ഹിന്ദുവാകണം ഒരു മുസ്ലിമിന്. ഗുരു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ആ മനുഷ്യനോട്, നീ ഒരു ദൈവത്തെ ആരാധിക്കുന്നില്ലേ, അള്ളാഹുവിനെ? നീ ദൈവത്തിലല്ലേ ആരാധിക്കണത്? എന്നാ പിന്നെ അവിടെ നിന്നാ പോരെ, പിന്നെ ഇങ്ങോട്ട് വരണത്? നിലപാടാണ്. ഗുരുവിനറിയാം എന്താണ് ഹിന്ദു എന്നുള്ളത്, എന്താ മുസ്ലിം എന്നുള്ളത്.
ഇത് മനസ്സിലാക്കാതെ കേരളത്തിന്റെ വംശീയ പശ്ചാത്തലത്തെ, സാമൂഹിക പശ്ചാത്തലത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി മുസ്ലിമിനോട് ജീവിക്കാൻ അവകാശമില്ല എന്നുള്ള തരത്തിൽ ഓരോന്നിങ്ങനെ തട്ടിക്കൂട്ടി വിടുകയാണ്. അതുകൊണ്ട് ഇതൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. ഇസ്ലാം എങ്ങനെ ലോകത്തോട് സഹകരിക്കണമെന്ന് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ആ മദീനയിൽ അള്ളാന്റെ റസൂല് മക്ക വിട്ടിട്ട് മദീനയിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നില്ലല്ലോ. 30,000-ലേറെ ജനസംഖ്യയില്ലാത്ത ആ നാട്ടില് 500 താഴെ അന്ന് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. 500 താഴെ മുസ്ലിങ്ങൾ. ഈ 500 താഴെ മുസ്ലിങ്ങളാണ് അവിടെ ആ നാടിന്റെ ഭരണാധികാരി റസൂൽ ഇവിടെ മാറുന്നത്. നാട് വെട്ടിപ്പിടിച്ച് കടന്നു വന്നതല്ല. അള്ളാന്റെ റസൂൽ മദീനയിൽ വരാൻ വേണ്ടി യുദ്ധം നടത്തിയെന്ന് ചരിത്രത്തിലൂടെ വന്നിട്ടൊന്നുമില്ല. ആ നാട്ടുകാർ സ്വീകരിച്ച് ഭരിച്ചുകയറി. അവിടെ ഏക ആവശ്യം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടിയിൽ വെച്ചിട്ട് മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ ഏക ആവശ്യം എന്തെന്നറിയോ? നബിയെ, താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോളൂ. ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ. കാലങ്ങളായി കലഹിച്ച് കഴിയുകയാണ് ഞങ്ങൾ. യുദ്ധം ഞങ്ങൾ മടുത്തിരിക്കുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്ത് മടുത്തിരിക്കുന്നു. ഈ യുദ്ധം ഒന്ന് നിർത്തി തന്നാൽ മാത്രം മതി. വേറൊരു സഹായം ഞങ്ങൾക്ക് ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് മദീനക്കാരെ ആൾക്കാർ പറഞ്ഞ, ഔസ് ഖസ്റജുകാർ പറഞ്ഞ വാഗ്ദാനം ചരിത്രത്തിലുണ്ട്. ഈ യുദ്ധം ഒന്ന് നിർത്തി തന്നാൽ മാത്രം മതി. ഞങ്ങൾ യുദ്ധം ചെയ്ത് മടുത്തിരിക്കുന്നു. സമാധാനത്തിന്റെ മാലാഖേബിൽ റസൂൽ ആ നാട്ടിലേക്ക് വരുന്നു. ആ നാട്ടുകാർ ഒന്നടക്കം അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രക്കാർ മാത്രമല്ല, ജൂതന്മാരും അവിടുത്തെ ബാക്കി ബിംബങ്ങളെ ആരാധിക്കുന്ന ആൾക്കാർ ആ സമയത്ത് അവിടെ ഉണ്ട്. ഇല്ലാത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോഴത്തേക്ക് മദീനക്കാർ മൊത്തം മുസ്ലിമായി നബോധം അല്ല. മദീനയിൽ 1000-ൽ താഴെ ആൾക്കാരെ അന്ന് ഇസ്ലാമിലേക്ക് വരുന്നുള്ളൂ. ബാക്കി പ്രബോധന എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാർക്കെല്ലാം നബി അഭയം കൊടുക്കാന്നല്ല, നബി അവരുടേതായ മതത്തിന്റെ സിവിൽ നിയമങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് പേഴ്സണൽ ലോ അംഗീകരിച്ചു. ജൂതൻ നബീന്റെ അടുക്കലേക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരുന്നില്ലേ? ഖുർആൻ ആ സംഭവം വിവരിക്കുന്നുണ്ടല്ലോ. ജൂതന്മാർ വരുന്നു റസൂലിന്റെ അടുക്കലേക്ക് ന്യായാധിപൻ എന്നുള്ള നിലക്ക്, മുഹമ്മദ് ഞങ്ങളുടെ പ്രശ്നം തീർത്തുകയാണ്. റസൂൽ എന്താ പറയുക? ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ ഇസ്ലാമിക ഭരണമാണ്, ഞാൻ നിങ്ങൾക്ക് വിധി കൽപ്പിക്കും, അത് നിങ്ങൾ അംഗീകരിച്ചിട്ട് പോകണമെന്നാണ്. അല്ല, തൗറാത്ത് കൊണ്ടുവരാൻ പറയുന്നു. നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ തൗറാത്തിൽ എന്താണ് എന്ത് പരിഹാരം പറഞ്ഞിട്ടുള്ളത്? റസൂൽ തൗറാത്തിൽ നിയമം അവർക്ക് കൊടുക്കുക. ഇതാണ് തൗറാത്തിലെ നിയമം, ഇതാണ് നിങ്ങളുടെ വിധി. പേഴ്സണലോ അംഗീകരിച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ ലോകത്ത് ഇസ്ലാം വന്നു എന്നുള്ളത് ലോകത്ത് മറ്റ് മതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഇസ്ലാമിന്റെ നിലപാട് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന അർത്ഥത്തിലല്ല. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടാവണം, നമ്മൾ ഇവിടെ ഉണ്ടാവണം. ഈ ഗുലിസ്ഥാൻ ഹമാര ഇഖ്ബാൽ പാടിയ പാട്ടുണ്ടല്ലോ, വേറെ കഥയാണ് അതൊക്കെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇസ്ലാം വളരെ വ്യക്തമാണ്. മറ്റ് ആരുടെ പേരിൽ നമ്മൾ കുതിര കയറാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ സത്വത്തിലൂന്നി ജീവിക്കാനുള്ള അവകാശം നമ്മളുണ്ട്. അത് നമ്മളാദ്യം തിരിച്ചറിയുക, ആ ബോധം നമ്മൾക്കുണ്ടാക്കുക. ബാക്കിയുള്ള സഹോദരങ്ങളോട്, ഇത്തരം മതസ്ഥരോട് വളരെ മാന്യമായി സമാധാനത്തോടെ, തടക്കം ഉണ്ടാക്കാൻ വേണ്ടിയോ കത്തിയെടുക്കാനോ കൊലപാതകത്തിനോ ഒന്നുമല്ല. സഹോദര, ഇതിപ്പോ എനിക്ക് തുള്ളാൻ പറ്റിയ സംഗതിയല്ല, എനിക്കൊരു നിലപാടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പഴം മേടിച്ച് തരാനോ കൊല വാങ്ങാനോ അരി വാങ്ങാനോ പായസം ഉണ്ടാക്കാനൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷെ എൻ്റെ നിലപാടെന്ന് വെച്ചാൽ ഇത് ആഘോഷിക്കാൻ പറ്റില്ല, കൂടെ ഉണ്ടാവും. ഇത് വ്യക്തമാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ, പ്രബോധകൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുള്ളൂ. നാളെ പടച്ചതമ്പുരാൻ നമ്മളോട് ചോദ്യം ചോദിക്കും. അതിന് റബ്ബിനോട് ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന ശ്വാസം വരെ ഈ ഒരു നിലപാടിൽ, ഇസ്ലാമിൻ്റെ നിലപാടിൽ, ഇസ്ലാമിൽ തന്നെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കലിമത്തു ഷഹാദ പറഞ്ഞ് അള്ളാഹുവിലേക്ക് യാത്രയാകാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കാക്കണേ. അള്ളാഹുവേ, ഞങ്ങളുടെ വരും തലമുറകൾ നീ കാക്കണേ. അള്ളാഹുവേ, അള്ളാഹുവേ, ഇസ്ലാം അല്ലാത്ത മറ്റെന്തും തീയിലിടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വെറുപ്പാക്കി തരണേ. അള്ളാഹുവേ, അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين سيما في غزة. اللهم أذل أعداءهم يا عزيز يا عزيز يا جبار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.